ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചൈന ഡോൾ എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഇതിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട്. ഒന്ന് ഇൻഡോർ വെക്കുന്നതും ഇത് ഔട്ട്ഡോർ വെക്കുന്ന ചെടിയാണ്. ഇൻഡോർ വെക്കുന്ന ചെടിക്ക് അധികം പൂക്കൾ ഉണ്ടാകാറില്ല, എന്നാൽ അതിന് പൂക്കൾ ഉണ്ടാകാറുണ്ട്. പച്ച കളറിൽ സിംഗിളായിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഔട്ട്ഡോർ വെക്കുന്ന ഈ ഇനത്തിൽ ഇങ്ങനെ ബഞ്ചായിട്ടാണ് പൂക്കൾ ഇങ്ങനെ ഉണ്ടാകുന്നത്. ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡിൽ ഈ നടുക്കിങ്ങനെ മഞ്ഞയായിട്ട് വരുമ്പോഴത്തേക്കും പൂക്കൾക്ക് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. ഇതിൻ്റെ പരിചരണം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അധികം തണ്ട് നട്ടിട്ട് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിതിപ്പം ഓൺലൈനായിട്ട് വാങ്ങിച്ച ചെടിയാണ്. വച്ച് എനിക്കിത് ഒരു വർഷം കൊണ്ട് തന്നെ ഇതുപോലെ ചെടിക്ക് അധികം വലിപ്പമൊന്നുമില്ല, പക്ഷേ ഇതുപോലെ നിറച്ച് പൂക്കളിങ്ങനെ ഉണ്ടാകുന്നുണ്ട്. സന്ധ്യാസമയത്താണ് പൂക്കൾ വിരിയുന്നത്. നല്ല സുഗന്ധവുമാണ്. പിന്നെ ഇഷ്ടംപോലെ തേനൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ബട്ടർഫ്ലൈസും അതുപോലെ വണ്ടുകളും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. അത് തന്നെ നല്ലൊരു കാഴ്ച തന്നെയാണ്. ഈ പൂവിന് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നടുക്കുള്ള ഈ മഞ്ഞ കളറും കൂടെ വരുമ്പോഴാണ് ഇതിന് ഇത്രയും ഒരു ഭംഗി വരുന്നത്. പൂക്കൾ ഏകദേശം 2 ദിവസമൊക്കെ നിൽക്കും. പിന്നെ ഈ ഓരോ കുലകളായിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും ഓരോ പൂക്കൾ പോയാലും നമുക്കിങ്ങനെ കുറേ നാളിങ്ങനെ ഈ പൂക്കൾ നിൽക്കുന്നതായിട്ട് നമുക്കിങ്ങനെ തോന്നും. പിന്നെ പരിചരണമൊക്കെ പ്രത്യേകിച്ച് വലിയ പ്രയാസമൊന്നുമില്ല. നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത്, ഫ്ലവറിങ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നട്ടാൽ മതിയാകും. പിന്നെ ഈ സന്ധ്യാസമയത്താണ് വിരിയുന്നതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ സമയത്ത് ആയതുകൊണ്ട് തന്നെ നല്ലൊരു നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ നല്ലൊരു സുഗന്ധമായിരിക്കും. ഈ ചെടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു മണം നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ കാണാനും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ചെടി തന്നെയാണിത്. ഇതിൻ്റെ ഈ ഇൻഡോർ വെക്കുന്ന ചെടിക്ക് ഇതിൻ്റെ ഇലകളൊക്കെ ഇച്ചിരൂടെ ഇതിനെക്കാട്ടിലും കാണാനും ഭംഗിയുണ്ട്. ഇച്ചിരി തിളക്കമൊക്കെ ഉള്ള ഇലകളാണ്. ഇതിൻ്റെ ഇലകൾക്ക് നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാരകത്തിൻ്റെ ഇലയോടൊക്കെ നമുക്ക് സാദൃശ്യം തോന്നും. അതൊക്കെയാണ് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പിന്നെ പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാനും പറ്റും. ചെറിയ തണ്ടുകൾ നോക്കിയിട്ട് നമ്മൾ നട്ടാൽ മതിയാകും. പെട്ടെന്ന് വേര് പിടിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഒറിജിനലായിട്ട് വാങ്ങിച്ച ചെടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുകളിൽ ഒരു പിന്നെ മരം വന്ന് വീണ് അത് നശിച്ചു പോയതാണ്. പിന്നെ അതിൽ നിന്ന് ഞാനൊരു തണ്ട് നട്ടിട്ടാണ്, ഇങ്ങനെ തണ്ട് നട്ടാൽ കിളിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അതിൽ നിന്നൊരു തണ്ട് നട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിൻ്റെ പരിചരണം താരതമ്യേന എളുപ്പമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നല്ല രീതിയിൽ നമ്മൾ പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിറച്ച് പൂക്കളുണ്ടാവും. ഈ പൂക്കളുടെ ഒക്കെ ഷേപ്പ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇങ്ങനെ ബൊക്കയുടെ ഒക്കെ ഒരു ഷേപ്പായിട്ട് തോന്നുന്നത്. അതേ ചുറ്റുപാടും ഇങ്ങനെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബൊക്കയുടെ ചുറ്റുപാടും ഇങ്ങനെ പച്ച കളറിലുള്ള ഇലകൾ കൊടുത്തിട്ട് നടുക്കിങ്ങനെ പൂക്കൾ നിൽക്കുന്ന അതേ ഒരു ഫീലാണ് ഇത് നിൽക്കുമ്പോഴത്തേക്കും. ചുറ്റുപാടും ഇങ്ങനെ ഇലകളും എൻ്റെ നടുക്കിങ്ങനെ പൂക്കളും ശരിക്കും ഒരു ബൊക്ക ഉണ്ടാക്കിയ പോലെ തന്നെയാണിത് കാണാനായിട്ട്. നല്ലൊരു ഭംഗി തന്നെയാണിത്. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ചെടി. കാര്യം ഇലകളിങ്ങനെ ചുറ്റുപാടിങ്ങനെ കൂടി നിൽക്കുന്ന കാണാനായിട്ടൊരു നല്ലൊരു ഭംഗിയാണ്. നടുക്ക് ഇങ്ങനെ പൂക്കളും കൂടെ വരുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. പിന്നെ പരിചരണമൊക്കെ പൊതുവേ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ എപ്പോഴും പൂക്കൾ തരും. പിന്നെ ഫ്ലവറിങ് സീസണാണല്ലോ ഇപ്പം. ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ ഫ്ലവർ തരുന്നത്. അത് മാത്രമേ ഉള്ളൂ. മഴക്കാലം ആകുമ്പോഴത്തേക്കും പൂക്കൾ ഇച്ചിരി കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.